എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് ഇളമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ ചങ്ങായി വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ വാങ്ങിയതാണ്. അമ്മ ഇതെല്ലാം പുഴുങ്ങിയിട്ട് ഇതാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഇത് ചില്ലി എടുക്കേണ്ടത് അതെന്റെ പണിയാണ്. അമ്മ അടുത്ത് ചായ എടുക്കുന്നുണ്ട്. ചട്ടി എടുത്തിട്ട് അപ്പൊ നമ്മൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മാങ്ങയിലിട്ടിട്ട് നല്ല വറ്റിച്ചിട്ട് ഒരു അടിപൊളി കറിയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് നിറച്ച് മാറ്റിയെടുക്കാം. മാങ്ങിയിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പണ്ട് നമ്മളെല്ലാം ഇവിടുന്ന് അമ്മയെല്ലാം വെച്ചിരുത്തുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മാങ്ങിയുള്ളത്. അപ്പോൾ ഞാൻ ഇത് കൂർക്ക കെട്ടിയെടുത്ത് ഞാൻ ഇളമ്പൊക്കെ കെട്ടിയെടുത്ത് ഞാൻ ബിന്ദുവിടെ നമുക്ക് അങ്ങനെ മാങ്ങിയിട്ടിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാനിയെല്ലാം വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇത് മൊത്തം വൃത്തിയാക്കി എടുക്കാൻ നല്ല പാടാണ്. ഇതിന്റെ ഇറച്ചി മാത്രമായിട്ട് നമുക്ക് കിട്ടും വൃത്തിയാക്കിയത്. പക്ഷെ അത് എത്ര ദിവസം പഴകിയതാണെന്നോ ഫ്രിഡ്ജിൽ വെച്ചാണെന്നോ നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് തന്നെ വാങ്ങിന്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നോക്കുമ്പം എൻ്റെ ചങ്ങായിയുടെ വണ്ടിയിൽ ഇളമ്പൊക്കെ വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് നമ്മൾ. നല്ല അടിപൊളി നല്ല ഫ്രഷ് സാധനമാണ്. സാനി വൃത്തിയാക്കാൻ കഴിഞ്ഞതാണ്. അപ്പം ഞാനും പറഞ്ഞു, ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും പറഞ്ഞു എല്ലാം വൃത്തിയാക്കി ഇത്രയും സാധനം വൃത്തിയാക്കിയിട്ട് കിട്ടുകയാണ് ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേറ് കളഞ്ഞെടുക്കണം. ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും. ഇത് ഫുള്ളും കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് കറി വെക്കാൻ കഴിയും. ഒരാളെ ഞാൻ വേഗം ഏൽപ്പിച്ചതാണ് എല്ലാം വൃത്തിയാക്കിയിട്ട് ആക്കിയെന്ന് പറഞ്ഞു. വഴി നോക്കുമ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടും വൃത്തിയാക്കി കഴിഞ്ഞില്ല. അത് ഞാനും ചായ കുടിച്ചതിനെ കൊണ്ട് ഞാനും വൃത്തിയാക്കാൻ നിന്നുകൊണ്ട് വേഗമായി. നമുക്കിത് ഫുള്ളും ഇതിൻ്റെ ചേറ് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയെടുക്കണമല്ലേ, പിന്നെ പുഴയിലെ പൂഴിയെല്ലാം ഉണ്ടാവും. ചില സമയത്ത് അങ്ങനെ നല്ല വൃത്തി കഴുകിയില്ലെങ്കിൽ പൂഴി ഉണ്ടായി ഇങ്ങനെ കടിക്കുന്നു. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാങ്ങയും പച്ചമുളകും മുറിച്ചിടാം. മാങ്ങ ചെറുതായി മുറിച്ചിട്ടത്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. പാനി ഇതൊന്ന് താടാനി നമ്മളിന്ന് പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഗ്യാസുമില്ല, ഇന്നെല്ലാം പുറത്തുനിന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുത്തില്ല എടുക്കാം. അത് വേകുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കണം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നമുക്ക്. അത് നല്ല മണമുണ്ട്. മാങ്ങേൻ്റെ ആ ഇളമ്പക്കേൻ്റെ എല്ലാം മണം നല്ലോണം വെന്ത് നല്ല മാങ്ങയിൽ നല്ലോണം വെന്തിന്. നമുക്ക് തേങ്ങ അരച്ചതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമുണ്ടല്ലേ. നല്ല മുതിയ തേങ്ങ അരക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇല്ലേ പിന്നെ പീരി അങ്ങനെ ഉണ്ടാവും. നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് എല്ലാം നേർഗിനാക്കിയിട്ട് നല്ലോണം പതച്ചാൽ ആ മാങ്ങേൻ്റെ എല്ലാം ടേസ്റ്റ് നല്ലോണം പിടിക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കത്തിച്ചിട്ട് നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇളമ്പക്ക മാങ്ങിയിട്ട കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല പുളിയും നല്ല ഉപ്പും എല്ലാം ഉണ്ട്. സൂപ്പർ. നമ്മൾ അപ്പുറത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ബിന്ദുവോട് പറഞ്ഞു നമുക്ക് കൂർക്കേനെ കൊണ്ട് നമുക്ക് മാങ്ങയിൽ കറി വെക്കാം. കൂർക്കല ഇളമ്പക്ക
പിന്നെ ഇളമ്പയ്ക്കോട് കറി വെക്കാൻ മാങ്ങയിൽ ഇട്ടിട്ട്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. സാധനം നേരത്തെ നോക്കിയിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല മാങ്ങേൻ്റെ പുളികളുണ്ട്. മാങ്ങേൻ്റെ പുളി ഇളമ്പയ്ക്കേൻ്റെ ചൊയ്യെല്ലാം ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അടുത്തേക്ക് പിന്നെ രാത്രിത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വറക്കാൻ വേണ്ടിയിട്ട്. വറുത്ത് കഴിഞ്ഞാൽ തേങ്ങയിലോട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാതെ സാധനം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.